2025 മേ ഡേ ആണല്ലോ ഇന്ന്. എന്താണ് ഈ മേ ഡേയുടെ പ്രസക്തി? അതായത് ആഗോള തൊഴിലാളികളുടെ ദിനമാണ് മേ ഡേ എന്ന് പറയുന്നത്. ഈ ആഗോള തൊഴിൽ ദിനം അല്ലെങ്കിൽ തൊഴിലാളി ദിനമായി മേ ഡേ വരുന്നതിനും ഒക്കെ പുറകിൽ ഒരുപാട് ചരിത്രമുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർക്സ് എഴുതുന്നത് 1848 എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സംഭവങ്ങൾ? അതിന് നമ്മൾ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡിലേക്ക് പോകണം. ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡിൽ തൊഴിലാളികൾ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ വർക്ക് ലോഡ് അത്ര അസഹനീയമായിരുന്നു. പറയുകയാണെങ്കിൽ, അതായത് കുട്ടികൾ അന്നൊക്കെ എല്ലാവരും ഒന്നും വിദ്യാഭ്യാസത്തിന് പോകുന്നവരല്ല, വിദ്യാഭ്യാസം വളരെ കുറവാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിനൊന്നും പോകാത്ത കുട്ടികൾ, പാവപ്പെട്ട വീടുകളിലെ കുട്ടികൾ എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. 7 വയസ്സ് മുതൽ 12 വയസ്സോ 14 വയസ്സോ വരെയൊക്കെയുള്ള കുട്ടികൾ 10 മണിക്കൂറൊക്കെ ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ജോലിയാണ് ഈ കുട്ടികൾ ചെയ്യുന്നത്? പലപ്പോഴും മെഷീൻ തിരിക്കലായിരിക്കും. അന്ന് മെഷീൻ തിരിക്കൽ എന്ന് പറയുമ്പോൾ, ഇന്നിപ്പോൾ നമുക്കൊരു ടേബിൾ ഫാൻ ആണെങ്കിൽ അതിനൊരു ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിന് പുറത്തേക്ക് അതിൻ്റെ ദലങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വരികയില്ല. പക്ഷെ അന്ന് ഇതുപോലെ ഒരു വേലിക്കെട്ടോ ഒരു ചട്ടക്കൂടോ ഒന്നും മെഷീൻസിനൊന്നുമില്ല. ഓപ്പൺ ആയിട്ടുള്ള മെഷീൻസാണ്. അങ്ങനത്തെ മെഷീൻസാണ് ഈ 7 മുതൽ 10-12 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം. 8-10 മണിക്കൂറൊക്കെ തിരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വിശ്രമമില്ലാതെ, ആഹാരമില്ലാതെ, അതും ഇരുട്ട് മുറികളിലാണ്. വെന്റിലേഷൻ പോലും ഇല്ലാത്ത മുറികളായിരുന്നു അന്ന് ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡിലെ അവിടുത്തെ വ്യവസായത്തിന് ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളുടെയൊക്കെ സ്ഥിതി. അപ്പോൾ ആ ഇരുട്ടത്തിരുന്ന് ഇങ്ങനെ ഈ ചക്രം തിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ കുട്ടികൾ ഒന്ന് കൈയെടുത്താൽ അല്ലെങ്കിൽ ഒരു ക്രമം തെറ്റിയാൽ ഫോർമാൻ ചാട്ടവാറുകൊണ്ട് ഈ കുട്ടികളെ തലങ്ങും വിലങ്ങും അടിക്കും. അങ്ങനത്തെ ക്രൂരത അനുഭവിച്ച് കുട്ടികൾ പേടിച്ച് ഇതിങ്ങനെ തുടർച്ചയായി തിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാകും ഉറങ്ങി ആ ചക്രത്തിനകത്തേക്ക് വീഴുന്നു. കഷ്ണമായി ആ കുഞ്ഞുങ്ങൾ പിച്ചി ചീന്തപ്പെടുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അതുപോലെ ഗർഭിണികളായ സ്ത്രീകൾ പോലും 16 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരിക, പുരുഷന്മാർ 22 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വരിക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു ഗ്രന്ഥത്തിൻ്റെ പേര് ഞാൻ പറയാം. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ, സൗത്ത് ഗേറ്റ് എന്ന ഒരു ഓതർ എഴുതിയ ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇത്തരം കഥകളൊക്കെ കേൾക്കാൻ കിട്ടും. ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ, റിട്ടൺ ബൈ സൗത്ത് ഗേറ്റ്. അതാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേരും ഓതറിൻ്റെ പേരും. അപ്പോൾ ആ ഓതർ വളരെ കൃത്യമായിട്ട് ഈ പീഡനങ്ങളെ പറ്റി വിവരിക്കുന്നുണ്ട് തൻ്റെ ഗ്രന്ഥത്തിൽ. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലാണ് ജർമ്മൻകാരനായ കാൾ മാർക്സ് ഇംഗ്ലണ്ടിലെത്തുന്നത്. അദ്ദേഹം ഇംഗ്ലണ്ടിലെത്തിയത് ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി, അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി. ഇന്നത്തെ ഏറ്റവും വലിയ ലോക ലൈബ്രറി എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലൈബ്രറി ഓഫ് കോൺഗ്രസ് ആണ് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലൈബ്രറി ഓഫ് കോൺഗ്രസ്. അന്നത്തെ ഏറ്റവും വലിയ ലൈബ്രറി, ലോകത്തെ 1ാമത്തെ ലൈബ്രറി ആയിരുന്നു ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി. അപ്പോൾ ഈ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ ഇരുന്ന് വായിക്കാനും ഒക്കെ ആയിട്ടാണ് മാർക്സ് വന്നത്. അദ്ദേഹം ഒരു ജനസ്നേഹിയായിരുന്നു. സാധാരണക്കാരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ അധികമായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ വായിക്കാനും പഠിക്കാനും വന്നിരുന്ന കാലഘട്ടത്തിലാണ് ഗ്രേറ്റ് ബ്രിട്ടനിലെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ അരങ്ങേറ്റം. അപ്പോൾ ഇതുപോലെയുള്ള വലിയ സങ്കടകരമായ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു. അദ്ദേഹം അതൊക്കെ അന്വേഷിച്ച് നടന്ന് കണ്ടെത്തുന്നു. അങ്ങനെ വ്രണിത ഹൃദയനായിട്ടാണ് അദ്ദേഹം 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത്. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നു. അതിനുശേഷം അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വഴിയാണ് സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ,
സംഘടിച്ച് ശക്തരാകുവൻ എന്ന ആഹ്വാനം അദ്ദേഹം ലോകത്തിന് കൊടുക്കുന്നത്. അപ്പൊ അതിന് പുറകില് അപ്പൊ 22 മണിക്കൂറൊക്കെ പുരുഷന്മാര്, 16 മണിക്കൂർ സ്ത്രീകള്, 10-12 മണിക്കൂർ കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ ജോലി ചെയ്താൽ കൊടുക്കുന്ന കൂലി എങ്ങനെയാണെന്ന് കൂടി അറിയണ്ടേ. അത് ആ കൂലിക്കന്ന് അയൺ ലോ ഓഫ് വേജസ്, അതായത് എന്താണ്, വേതനത്തിന്റെ ഇരുമ്പ് നിയമം എന്നൊരു നിയമം ഉണ്ടായിരുന്നു ആ കാലത്ത്. ആ വേതനത്തിന്റെ ഇരുമ്പ് നിയമം അനുസരിച്ച് ജീവൻ നിലനിർത്താനുള്ള കൂലിയാണ് അന്ന് കൊടുത്തിരുന്നത്. അപ്പൊ ഈ ജീവൻ നിലനിർത്താനുള്ള കൂലിക്ക് വേണ്ടിയാണ് ഇങ്ങനെ അധ്വാനം ചെയ്ത് മനുഷ്യർ കഷ്ടപ്പെട്ടിരുന്നത്. ഇത് കണ്ടാണ് മാർക്സ് മനസ്സ് സങ്കീർണമാകുന്നതും സങ്കടപ്പെടുന്നതും. അങ്ങനെയാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത്. അപ്പൊ ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ എഴുതി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെയും നിൽക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപ് 1818 ജനിച്ച അദ്ദേഹം 1867 മൂലധനത്തിന്റെ 1-ാം വാല്യം പ്രസിദ്ധീകരിക്കുന്നത്. 2-ാം വാല്യം 1885 പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ അതിനു മുൻപേ 1883 കാൾ മാർക്സ് മരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തും ശിഷ്യനും ഒക്കെ ആയിരുന്ന എംഗൽസ് ആണ് 2-ാം വാല്യം പ്രസിദ്ധീകരിക്കുന്നത്. 3-ാം വാല്യവും പ്രസിദ്ധീകരിക്കുന്നു 1894. അതും എംഗൽസ് ആണ്. മാർക്സ് എഴുതിയിരുന്നു, പക്ഷേ അതിന്റെ ഡ്രാഫ്റ്റ് മാത്രം. അതിനെ പരിഷ്കരിച്ച് നന്നാക്കി വേണ്ട തിരുത്തലുകളൊക്കെ വരുത്തി എംഗൽസ് ആണ് 1894 3-ാം വാല്യവും പ്രസിദ്ധീകരിക്കും. അപ്പൊ അങ്ങനെ അത് തീരുന്നു. പക്ഷേ മാർക്സ് ഈ 3-ാം വാല്യവും 4-ാം വാല്യവും ഒക്കെ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ 1886, അപ്പം ഈ സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ചു ശക്തരാകുവിൻ, ആ മുദ്രാവാക്യം ലോകത്തെല്ലായിടത്തും അലയടിക്കപ്പെട്ടു എന്ന് വെച്ചാൽ എന്താണ് കാരണം? ലോകത്തെല്ലായിടത്തും മൂലധന ശക്തികൾ സാധാരണക്കാരായ തൊഴിലാളികളെ അതിക്രൂരമായി ചൂഷണം ചെയ്തു. എന്തിനാണ് ചൂഷണം ചെയ്യുന്നത്? അതായത് എത്രമാത്രം ലാഭേച്ഛയോടുകൂടിയാണോ അവർ പ്രവർത്തിക്കുന്നത്, ആ മൂലധനക്കാര്, അതായത് ക്യാപിറ്റലിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത്, ആ അവരുടെ ലാഭം എത്ര വർദ്ധിച്ചാലും വീണ്ടും ലാഭം വർദ്ധിക്കണം, ആ ലാഭം വീണ്ടും ആ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതാണ് അവരുടെ ആഗ്രഹം. ലാഭം വർദ്ധിപ്പിക്കണമെങ്കിൽ കൂടുതൽ തൊഴിലാളികളെ എംപ്ലോയ് ചെയ്യണം, അതായത് അവരുടെ വ്യവസായത്തിലേക്ക്. എന്നിട്ട് ഈ എക്സ്പ്ലോയിറ്റേഷൻ, ഈ ചൂഷണം ഇതുപോലെ തുടരണം. അപ്പൊ ഈ ലോകത്ത് മുഴുവനും ഈ ക്യാപിറ്റലിസ്റ്റ് മാതൃക, ഗ്രേറ്റ് ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്തെ ആ ക്യാപിറ്റലിസ്റ്റ് മാതൃക തന്നെയാണ് അമേരിക്കയിലെയൊക്കെ ആദ്യ കുടിയേറ്റക്കാരിലെ ബഹുഭൂരിപക്ഷവും ഗ്രേറ്റ് ബ്രിട്ടൻകാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്നതൊക്കെ അമേരിക്കയിലേക്ക് പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഈ മാർക്സിന്റെ തത്വം, അതായത് സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ എന്നുള്ള ആ ആഹ്വാനത്തിന്റെ അലയൊലികൾ ഷിക്കാഗോയിലും അനുഭവപ്പെട്ടു. അങ്ങനെ 1886 ഷിക്കാഗോയിൽ വെച്ച് ഒരു വലിയ ലേബർ മീറ്റ് നടക്കുന്നു. ആ ലേബർ മീറ്റാണ് മേ ഡേ ആയിട്ട് പിൽക്കാലത്ത് അറിയപ്പെടുന്നത്. ഇന്റർനാഷണൽ ലേബർ ഡേ അഥവാ മേ ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ ഡേ ആണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് മാർക്സ് അങ്ങനെ എഴുതിയത് എന്നുള്ളത് മനസ്സിലായല്ലോ. അങ്ങനെ കാൾ മാർക്സിന്റെ പിന്നെ നമുക്ക് ബോൾഷെവിക് റവല്യൂഷനിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ മാർക്സ് എഴുതിയിരിക്കുന്ന ഈ വക കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ദാസ് ക്യാപിറ്റലിനെ പറ്റി ഒന്നും നമുക്ക് ഇവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും ഒക്കെ മാർക്സ് ചൂണ്ടിക്കാണിച്ച ആ ദീർഘ വീക്ഷണം, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, തൊഴിലാളികളെ, ചൂഷണം ചെയ്യുന്നവരെ ഒരു വരുതിക്ക് നിർത്തുക. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കണം, മൂലധനം ഇല്ലാതെ തൊഴിലില്ല. അപ്പൊ മൂലധനം വേണം വികസനത്തിന്, മൂലധനം വേണം തൊഴിൽ സൃഷ്ടിക്കാൻ. അതേസമയം മൂലധനം അതിരു വിട്ടുകൂടാ. മൂലധനം ചൂഷണത്തിനുള്ള ഒരു സാധ്യതയായി മൂലധനം കയ്യിലുള്ളവർ അല്ലെങ്കിൽ വ്യവസായികൾ കരുതിക്കൂടാ. അതിന് അവർക്ക് മൂക്കുകയറിടണം. ആ മൂക്കുകയർ ഇടലാണ് എല്ലാ രാജ്യങ്ങളിലും ആവശ്യം, അതായത് തൊഴിലാളികളുടെ ക്ഷേമത്തിന് ആവശ്യം അതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓർക്കണം, യുണൈറ്റഡ് നേഷൻസ് അഥവാ UN നിലവിൽ വരുന്നത് 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം 1945 പക്ഷെ അതിനു മുൻപ് തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വന്നു.
നമ്മൾ മേ ഡേ 1886 തുടങ്ങി. അതായത് അന്താരാഷ്ട്ര തൊഴിൽ ദിനം 1886 ഷിക്കാഗോ മീറ്റിൽ തുടങ്ങി എന്ന് പറയുന്നത് പോലെ തന്നെ 1919 ഉദയം ചെയ്തതാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ ILO, ഇന്റർനാഷണൽ ലേബർ. അപ്പോൾ അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് 1919 അപ്പൊ അങ്ങനെ 1919 നിലവിൽ വന്ന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എല്ലാ കാലത്തും അന്താരാഷ്ട്ര തലത്ത് തൊഴിലാളികളെ പറ്റി വളരെ ജിജ്ഞാസയോട്, അത് കരുതലോടെ, ജിജ്ഞാസയോടെ എന്നല്ല, ജിജ്ഞാസയുമുണ്ട്, എന്തൊക്കെ സംഭവിക്കുന്നു തൊഴിൽ മേഖലയിൽ എന്ന് അവര് ആ ജിജ്ഞാസ കൊണ്ടാണ് അന്വേഷിച്ചറിയുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ അന്വേഷിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് തൊഴിലാളികളുടെ നില മെച്ചപ്പെടുത്താൻ പറ്റുക ആഗോള തലത്തിൽ എന്ന വിചിന്തനത്തിലൂടെ അതിനു വേണ്ടിയുള്ള കർമ്മ പരിപാടിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിലവിൽ വന്ന മേ ഡേ, ആ മേ ഡേ അതിന്റെ ആചരണം ഒക്കെ ഇന്ത്യയിൽ നടക്കാറുണ്ട്. അപ്പൊ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും മേ ഡേയും ഒക്കെ ആഘോഷിക്കുന്ന ഇന്ത്യയിലും തൊഴിലാളികളുടെ അവസ്ഥ എന്താണ് എന്നാണ് ഈ മേ ഡേയിൽ നമ്മൾ ആലോചിക്കേണ്ടത്. 2000 ILOയുടെ ഒരു കൺവെൻഷൻ, ലേബർ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ ലേബർ കൺവെൻഷന്റെ ഉദ്ദേശം തന്നെ ഡീസന്റ് ജോബ്, എന്താണ് മാന്യമായ തൊഴിൽ, ആ തൊഴിലിനെ ഡിഫൈൻ ചെയ്യുക, ആ തൊഴിലിന് വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിർദ്ദേശിക്കുക. ഇതായിരുന്നു ഈ 2000 ലേബർ കൺവെൻഷന്റെ ഉദ്ദേശം. അങ്ങനെ ആ ലേബർ കൺവെൻഷനിൽ 4 മാനദണ്ഡങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ മാനദണ്ഡങ്ങൾ? 1, ഡീസന്റ് ജോബ്. ഡീസന്റ് ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീസന്റ് വേജ് ഉള്ള ജോബ്, അതായത് ജീവിക്കാൻ നല്ല ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ തക്ക ശമ്പളം, വേതനമുള്ള ജോബ്, അതാണ് ഡീസന്റ് ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീസന്റ് വേജ്, അതാണ് ഒന്നാമത്തെ നോം. രണ്ടാമത്തെ നോം തൊഴിൽ തുടർച്ച, അതായത് ഹയർ ആൻഡ് ഫയർ പാടില്ല. അപ്പോയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച, ഒരു മാസം അങ്ങ് പിരിച്ചുവിടുക, അത് പാടില്ല. സ്ഥിരതയുള്ള ജോലി, അതാണ് രണ്ടാമത്തെ നോം. മൂന്നാമത്തെ നോം എന്ന് പറയുന്നത് ഡയലോഗിനുള്ള സാധ്യത, അതായത് യൂണിയനൈസ് ചെയ്യാനുള്ള സാധ്യത. തൊഴിലാളികൾക്ക് ഒത്തുചേരാനും അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന്, ആ അവകാശങ്ങളിൽ വന്നിരിക്കുന്ന പോരായ്മകൾ എന്തൊക്കെയാണ്, തങ്ങളുടെ തൊഴിലുടമ എന്തൊക്കെ തരത്തിലാണ് തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒത്തുചേർന്ന് ഡിസ്കസ് ചെയ്യാനും അതൊക്കെ തൊഴിലുടമയുടെ അടുത്ത് അവതരിപ്പിക്കാനും അതിന് പരിഹാരം തേടാനുമുള്ള സാധ്യത, അതാണ് ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് പെൻഷൻ, സോഷ്യൽ സെക്യൂരിറ്റി എന്നാണ് ആ നോമിന് പറയുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ തൊഴിലിൽ നിന്ന് പിരിയുമ്പോൾ ഉള്ള പെൻഷനും അങ്ങനെയുള്ള ജീവിത സാഹചര്യ പൂർത്തീകരണവുമാണ്. അപ്പൊ ഈ 4 നോംസ്, അതായത് ഡീസന്റ് വേജ്, സ്ഥിരമായ ജോലി, ഡയലോഗ് അഥവാ യൂണിയനൈസ് ചെയ്യുവാനുള്ള സാധ്യത, 4 സോഷ്യൽ സെക്യൂരിറ്റി അഥവാ പെൻഷൻ, ഈ 4 നോംസ് ആണ് ലേബർ കൺവെൻഷൻ 2000 പ്രഖ്യാപിച്ചത്. ഈ കൺവെൻഷനിലേക്ക് ILOയിലെ മെമ്പർ കൺട്രീസ് എല്ലാം സൈൻ ചെയ്ത് അവർ തയ്യാറാണ് എന്നുള്ള ഇത് പ്രഖ്യാപിക്കണം. ഇന്ത്യ കൺവെൻഷനിൽ സൈൻ ചെയ്യുന്നത് 2010 UPA ഗവൺമെന്റിന്റെ കാലത്ത്. അതിനുശേഷം ഇന്ത്യയിലെ വേതനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് നമ്മൾ ഓർക്കണം. ഈ 2000 കൺവെൻഷന് ശേഷമാണ് 2005 തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അതായത് അതൊരു ജീവിതാവകാശമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയെ കൊണ്ടുവന്നത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളായിട്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിന് അന്ന് ഫിക്സ് ചെയ്തിരുന്ന ശമ്പളം എത്ര രൂപയായിരുന്നു? 180 രൂപയായിരുന്നു ഒരു ദിവസത്തെ ശമ്പളം. അപ്പോൾ 2005 180 രൂപ, ഇപ്പൊ അത് 330 വർദ്ധിച്ചിട്ടുണ്ട്. ഇനി അത് 400 വർദ്ധിപ്പിക്കണമെന്നിപ്പോ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ 182 രൂപയിൽ ഫിക്സ് ചെയ്യുമ്പോഴത്തെ കാര്യം ഓർക്കണം. 2005 തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമം വരുന്ന സമയത്ത് ഇന്ത്യയിലെ മിനിമം വേജ് 182 രൂപയിൽ താഴെയായിരുന്നു. അന്നും കേരളത്തിൽ വളരെ ഉയർന്ന ഡെയിലി വേജ് ഉണ്ട്. പക്ഷേ ഓൾ ഇന്ത്യ തലത്തിൽ നോക്കിയാൽ 182 രൂപയിൽ താഴെയായിരുന്നു. അപ്പോഴാണ് അങ്ങനെ ഒരു വേതനം കൊണ്ടുവന്നത്. കാരണം ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 182 ഫിക്സ് ചെയ്യുമ്പോൾ
ജനങ്ങളെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി വന്നാൽ അങ്ങനെയെങ്കിലും നിലവിലിരിക്കുന്ന വേജ് 180 ഉയർത്തപ്പെടണം. അതായിരുന്നു. ഇപ്പോൾ അത് 330 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. ആ 330 രൂപയായി ഉയർന്നു എങ്കിൽ പോലും ഇനിയും അതിൽ വളരെയധികം ഉയർച്ച ഉണ്ടായാൽ മാത്രമേ ഡീസന്റ് വേജ് എന്ന ആ കൺവെൻഷന്റെ നോം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആ നിയമത്തിന് ഈ നമ്മുടെ ഇവിടെ നിലവിലിരിക്കുന്ന വേജിന് പറ്റുകയുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് ബോണ്ടഡ് ലേബർ 1974 നിയമപരമായിട്ട് തന്നെ നിർത്തലാക്കിയതാണ് ബോണ്ടഡ് ലേബർ. അതായത് ഏതെങ്കിലും ഒരു തൊഴിലുടമയുടെ കീഴിൽ അടിമയെ പോലെ ജോലി ചെയ്യുക, അയാൾ കൊടുക്കുന്ന ശമ്പളമോ കൂലി വാങ്ങിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്ന അത്ര മണിക്കൂറുകൾ, പണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്ത് റഷ്യയിൽ നിലവിലിരുന്നത് പോലെ പണി ചെയ്യേണ്ട അവസ്ഥ ഇന്ത്യയിലുമുണ്ട് എന്നാണ്. ഇപ്പൊ കർണാടകത്തിൽ തന്നെ അങ്ങനെ ബോണ്ടഡ് ലേബർ കാർഷിക മേഖലയിലും മറ്റു പലയിടത്തും അങ്ങനെ ജോലി ചെയ്യിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കേരളത്തിലും ഉണ്ടായിരുന്നു. വയനാട്ടിലൊക്കെ ആദിവാസികള് ഇങ്ങനെ ബോണ്ടഡ് ലേബറിന്റെ കീഴില് 12 മണിക്കൂറും 14 മണിക്കൂറും ജോലി ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ കേരളത്തില് അങ്ങനെയില്ല. ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഈ ബോണ്ടഡ് ലേബർ സമ്പ്രദായം ഒരു തടസ്സവുമില്ലാതെ നിലകൊള്ളുന്നു. പക്ഷെ കുറച്ച് ഹൈഡ് ആൻഡ് സീക്ക് ആയിരിക്കും എന്ന് മാത്രം. ഏതായാലും ഉണ്ട്. അപ്പോ എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലെ തൊഴിലാളികളുടെ അവസ്ഥ ഇപ്പോഴും വളരെ പരിതാപകരമാണ്. അതായത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം 330 വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ താഴെയാണ് സാധാരണ തൊഴിലാളിയുടെ കൂലി ഇപ്പോഴും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്കിവിടെ കേരളത്തിൽ പോലും, അതായത് കേരളത്തിലേക്ക് 40 ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നു. എന്തുകൊണ്ട് വരുന്നു? ഇവിടെ അവർ ഗൾഫിൽ പോയാൽ കിട്ടുന്നത്ര ഉയർന്ന വേതനം ഡെയിലി ഇവിടെ കിട്ടുന്നു. അപ്പൊ ഇന്ന് തന്നെ ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പോൾ വയനാട് ജില്ലയില് അവിടെ ആദിവാസികളൊക്കെ അവിടെയും ഉണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ. ആരാണ് അവിടെ ഒരു ദിവസം കൂലിപ്പണിക്ക് ചെല്ലുന്നത്? അവർക്ക് 850 രൂപയാണ് കൂലി. 850 രൂപ കൂലിയോടൊപ്പം 2 നേരം ആഹാരവും കൂടി അവർക്ക് കൊടുക്കുന്നു എന്ന മെച്ചമുണ്ട്. അതേസമയത്ത് ഇപ്പൊ തിരുവനന്തപുരമോ എറണാകുളമോ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം 1250 രൂപയിൽ കുറഞ്ഞ ഡെയിലി കൂലിക്ക് ആളെ കിട്ടില്ല. പക്ഷെ അവിടെ ഭക്ഷണം കൊടുക്കുന്നില്ല. ഈ 1250 കൊടുക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നില്ല എന്നൊരു വ്യത്യാസമുണ്ട്. എങ്കിലും 300 330 അല്ലെങ്കിൽ അതിൽ താഴെയോ കൂലി നിലനിൽക്കുന്ന ഓൾ ഇന്ത്യ സ്റ്റേറ്റസുമായിട്ട് നോക്കുമ്പോൾ കേരളം ഒരു എക്സെപ്ഷനാണ്. ഈ എക്സെപ്ഷൻ ആയതുകൊണ്ടാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് പ്രവഹിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റും നമ്മൾ കേരളീയര് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒരു കേന്ദ്രമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന രീതിയിൽ ഗുണ്ടാ വിളയാട്ടത്തിന്റെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. പെൺകുട്ടികൾക്ക് രാത്രിയോ പകലോ പുറത്തിറങ്ങാൻ, ഇന്നലെയാണല്ലോ നമ്മൾ കണ്ടത് കോഴിക്കോട് 7:30 മണി വൈകുന്നേരം 7:30 മണിക്ക് ടോർച്ചുമായിട്ട് ട്യൂഷൻ സെന്ററിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുന്ന ഒരു കുട്ടിയെ 2 അന്യസംസ്ഥാന തൊഴിലാളികൾ ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നതും അവൾ അലറി വിളിക്കുന്നതും, അങ്ങനെ അലറി വിളിച്ച് അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ട് അവന്മാര് പേടിച്ച് വിട്ടുപോകുന്നതും, എന്നിട്ടും ആരും ആ കുട്ടിയെ സഹായിക്കാൻ ചെന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ നാടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ അതിലേക്ക് പോകണ്ട. ഇപ്പൊ മേഡയാണ്. മേഡേ ആയതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ പ്രശ്നം തന്നെ നമുക്ക് ആലോചിക്കാം. അപ്പൊ ഈ കേരളത്തിൽ തന്നെയുള്ള ഗിഗ് വർക്കേഴ്സ്, ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ്, അതായത് സൊമാറ്റോ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പിന്നെ ഫുഡുമായിട്ടൊക്കെ പോകുന്ന ഈ ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ്, അതുമാത്രമല്ല അതുപോലത്തെ ഒരുപാട് ജോലികൾ ചെയ്യുന്നവർ, അവരുടെ അവസ്ഥയും പരിതാപകരമാണ്. ഒരു പക്ഷേ ILO പറഞ്ഞ ആ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്നില്ല. അവരുടെ അവസ്ഥ ഓൾ ഇന്ത്യ തലത്തിലുള്ള മിനിമം കൂലി, വളരെ താഴ്ന്ന മിനിമം കൂലിയോടുകൂടി ജീവിക്കേണ്ട തൊഴിലാളികളുടെ അവസ്ഥയിലാണ് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിന്റെയും അവസ്ഥ. അവർക്ക് അപ്പം പക്ഷെ നമ്മൾ കേരളത്തിൽ കൂലി കൂടുതലുണ്ട് എന്ന ഒറ്റ നോം മാത്രമാണ് കേരളത്തിലും സാധ്യമായിട്ടുള്ളത്. എന്നാൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 2024 ഒരു പഠനം നടത്തിയിരുന്നു ഇന്ത്യയെ പറ്റി, ഇന്ത്യയുടെ ലേബർ സിറ്റുവേഷനെ പറ്റി. ആ 2024 പഠനത്തിലെ ILO കണ്ടെത്തിയത് ഇന്ത്യയിലെ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ 82.09% ആണെന്നാണ്. എന്ന് വെച്ചാൽ ഏകദേശം 83% തൊഴിലില്ലായ്മ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്.
അപ്പൊ ഈ 82% തൊഴിലില്ലായ്മ എന്നിരിക്കട്ടെ, 82% അഭ്യസ്ത വിദ്യർ എന്ന് പറയുന്നത് പ്രീ ഡിഗ്രി ആൻഡ് എബവ് വിദ്യാഭ്യാസം ഉള്ളവരാണ്. ആ സാഹചര്യത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് പ്രീ ഡിഗ്രി ആൻഡ് എബവ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ 82% തൊഴിലില്ലാതിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി 2014 ഭരണത്തിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഇന്ത്യയെ 5T കൊണ്ട് വികസന പാതയിലേക്ക് കൊണ്ടുവരുമെന്ന്. എന്തായിരുന്നു? ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ 5T. അതിലെ ഈ ടെക്നോളജി, ആ ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ് ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. കഴിഞ്ഞ പാർലമെന്റിലാണ് ദിഗ്വിജയ് സിംഗ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർലമെന്ററി കമ്മിറ്റി ഓൺ എഡ്യൂക്കേഷൻ, അത് പാർലമെന്റിൽ വെച്ച റിപ്പോർട്ട് അനുസരിച്ച് IIT-കൾ, നമുക്കറിയാം IIT എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ദ ടോപ്പ് മോസ്റ്റ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് IIT-കൾ. ആ IIT-കൾ അതുപോലെ NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIT-യുടെ തൊട്ട് താഴെ വരുന്നതാണ്. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, IIIT, ഈ മൂന്നും തൊട്ട് നിൽക്കുന്ന കോമ്പീറ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും സാങ്കേതിക മികവുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് ഇറങ്ങുന്ന IIT-യിൽ നിന്നും IIIT-യിൽ നിന്നും പുറത്തിറങ്ങുന്നവരെ 100% എംപ്ലോയിഡ് ആയിരുന്നു ഇതിനു മുൻപുള്ള കാലങ്ങളിൽ. പക്ഷേ 2019 മുതൽ ഇങ്ങോട്ടുള്ള കാലത്തെ പഠനം, ഈ പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിൽ അതാണ് പറയുന്നത്, 10% പേരെങ്കിലും, 10% അതിലധികമോ പേര് അൺഎംപ്ലോയിഡ് ആയിട്ട് പോകുന്നു, എംപ്ലോയബിലിറ്റി ഇല്ലാതെ, തൊഴിൽ കിട്ടാതെ പോകുന്നു അവർ പോലും. അപ്പോൾ IIT-യിലെയും NIT-യിലെയും IIIT-യിലെയും കാര്യങ്ങൾ ഇതാണെങ്കിൽ സാധാരണയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇറങ്ങുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും? അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആ വാഗ്ദാനം, ട്രെയിനിങ് വഴിയും ടെക്നോളജി വഴിയും, ഇത് രണ്ടും കുറവാണ്. അതുകൊണ്ടാണ് എംപ്ലോയബിലിറ്റി ഇവിടെ പോലും ഈ IIT-യിലും NIT-യിലും IIIT-യിലും പോലും കുറഞ്ഞു പോകുന്നത്. അപ്പം എന്താണ് കഴിഞ്ഞ വർഷം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ബജറ്റിൽ 24-25 ബജറ്റിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു അനൗൺസ്മെന്റ് നടത്തി. എന്തായിരുന്നു? 1 കോടി കാൻഡിഡേറ്റ്സിന്, വിദ്യാഭ്യാസം കഴിഞ്ഞവർക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കും. 5 വർഷം കൊണ്ട് 1 കോടി പേർക്ക് ഇന്റേൺഷിപ്പിന് ആദ്യത്തെ തന്നെ 6000 രൂപ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കും. പിന്നെ CSR, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്ന് കോർപ്പറേറ്റുകൾ, ഏതൊക്കെ കോർപ്പറേറ്റുകളാണോ ഇവരെ ഇന്റേൺഷിപ്പിന് വേണ്ടി എംപ്ലോയ് ചെയ്യുന്ന ആ കോർപ്പറേറ്റുകൾ, അല്ലെങ്കിൽ അങ്ങനെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി വഴിയായിട്ട് കളക്ട് ചെയ്യുന്ന ഫണ്ടിൽ നിന്ന് 5000 രൂപ വീതം 1 വർഷം അവർക്ക് ഇന്റേൺഷിപ്പിന് വേണ്ടി കൊടുക്കുമെന്ന്. പക്ഷെ അതൊന്നും കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സ്കീംസ് കൊണ്ടുവരുന്നു, പക്ഷെ ആ സ്കീംസ് ഫോളോ അപ്പ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് അതിന്റെ പ്രയോജനം കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നാണ് ഈ കേരളത്തിലെ തന്നെ പല പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഓരോരോ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെല്ലുമ്പോഴൊക്കെ ഞാൻ കുട്ടികളോടൊക്കെ അന്വേഷിക്കുമ്പോൾ അവരൊക്കെ പറയണേ, ഞങ്ങൾ ഒത്തിരി പേര് ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷെ ഞങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ റിജക്റ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യാൻ കാരണങ്ങളുണ്ടോ? അങ്ങനെ ഉണ്ടാകാൻ എന്താണ് സാധ്യത? ഏതായാലും ഇവിടെ ഈ എംപ്ലോയബിലിറ്റി കുറഞ്ഞു പോകുന്നു. അതുമാത്രവുമല്ല, ഇപ്പൊ ആഗോള തലത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ വരവോടുകൂടി എപ്പോഴും തൊഴിലാളികൾ, അതായത് ഈവൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് വരുന്ന മിടുക്കർ പോലും അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ അവർ റീസ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം. മാർക്സ് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാർക്സ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടെക്നോളജി പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന ഒന്നാണ്. ടെക്നോളജിയുടെ ഗ്രോത്തിനനുസരിച്ച് തൊഴിലാളികൾ അപ്ഡേറ്റഡ് ആകണം. റീസ്കിൽ യുവർ സെൽഫ്, അതാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ റീസ്കിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തൊഴിൽ രഹിതരായി പോകുമെന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറന്നിട്ടാണ് മാർക്സിയൻ ഫിലോസഫി എന്നും പറഞ്ഞ് ഓരോന്നൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും. സത്യത്തിൽ മാർക്സ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു തൊഴിലാളി അപ്ഡേറ്റഡ് ആയി പോവുകയാണെങ്കിൽ ഒരിക്കലും അയാൾ തൊഴിൽ രഹിതയോ ആവുകയില്ല. അതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്ന് പോലും പഠിച്ച് പാസ്സാകുന്നവരിൽ 10% പേര് ജോലി ഇല്ലാതിരിക്കേണ്ടി വരുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ അപ്ഡേറ്റഡ് ആകുന്നില്ല. ആ ടെക്നോളജിയുടെ ഗ്രോത്ത് അനുസരിച്ചല്ല അവരെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട്
ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 2014 നടത്തിയ ആ വാഗ്ദാനം, അവരെ ടെക്നോളജി കൊണ്ടും ട്രെയിനിങ് കൊണ്ടും എംപവർ ചെയ്യും ഈ യൂത്തിനെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വലിയ നല്ല ശോഭനമായ ഭാവി ഉണ്ടാകും. ആ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തന്നെ കൂടുതൽ പേരിലേക്ക് ആത്മാർത്ഥതയോടെ എക്സ്റ്റെൻഡ് ചെയ്താൽ, മാത്രമല്ല ക്യാമ്പസുകളൊക്കെ അപ്ഡേറ്റഡ് ആകണം. ഇപ്പൊ നമ്മുടെ IIT, NIT, IIT ക്യാമ്പസുകളിൽ നിന്നൊക്കെ 10% പേർക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ക്യാമ്പസുകൾ പോലും ഔട്ട്ഡേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ക്യാമ്പസുകൾ വളരണം, റീസ്കിൽ ചെയ്യപ്പെടണം, അപ്ഡേറ്റ് ചെയ്യപ്പെടണം. അതിനൊക്കെ എന്താണ് വേണ്ടത്? അതിനൊക്കെ വലിയ തോതില് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അത്യാവശ്യമാണ്. അങ്ങനെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നില്ല. ഈവൻ കേരളത്തിലെ ഒരു അവസ്ഥ തന്നെ നോക്കിക്കോളൂ. ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നില്ല, അതിൽ വിമുഖത കാണിക്കുന്നു എന്നുള്ളതിന് കേരളത്തിലെ കഴിഞ്ഞ 3 വർഷത്തെ ബജറ്റ് എടുത്ത് നോക്കിയാൽ മതി. ഹയർ എഡ്യൂക്കേഷന് വേണ്ടി 2021-22 ബജറ്റില് മാറ്റിവെച്ച തുക 139.29 കോടിയായിരുന്നു. എന്നിട്ട് ചെലവഴിച്ചതോ 87 കോടി. നോർക്കണം, ഈ കേരളത്തിലെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വേണ്ടി മാറ്റിവെച്ച തുക തന്നെ പിച്ചക്കാശ് 139.29 കോടി. എന്നിട്ട് അതിൽ നിന്ന് ചെലവഴിച്ചതോ 87 കോടി മാത്രം. ഇനി 22-23 ബജറ്റിലെ കാര്യം നോക്കാം. ആ വർഷവും 22-23 ബജറ്റിൽ ഉൾക്കൊള്ളിച്ചത് 139 കോടി തന്നെ. ചെലവഴിച്ചതോ പോയ വർഷത്തേക്കാൾ മോശം 65.23 കോടി മാത്രം. അതുപോലെ 2023-24 ബജറ്റില് 146.35 കോടിയാണ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നൽകിയ തുക. അതിൽ നിന്ന് ചെലവഴിച്ചതോ 81.40 കോടി. ഇത്ര മോശമായ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ മേഖലയെയാണ് ആഗോള തലത്തിലേക്ക്, അതായത് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബായി കേരളത്തെ മാറ്റുമെന്ന് പഠിക്കുന്ന രാഷ്ട്രീയക്കാര്, അതായത് നേതൃത്വത്തിൽ ഇരിക്കുന്നവര്, അവരോട് നമ്മൾ എന്താണ് പറയേണ്ടത്? ഈ മേഡെ അവരെ നോക്കി കൊഞ്ഞനം കുത്തുമെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഓൾ ഇന്ത്യ തലത്തിൽ 82.08% ആണ് തൊഴിലില്ലായ്മയെങ്കിൽ കേരളത്തിൽ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണ്. അതായത് ബംഗാളികൾക്ക് കേരളത്തിൽ വന്ന് അന്നേപ്പത്തിന് പണം ഉണ്ടാക്കാം, കാരണം ഇവിടെ നല്ല കൂലിയുണ്ട്. പക്ഷെ ഈ കൂലി ജോലി ഒന്നും നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേറ്റഡ്, പ്രീ ഡിഗ്രി പോകട്ടെ 8ാം ക്ലാസ് കഴിഞ്ഞവർക്ക് പോലും ഇവിടുത്തെ കിളയൊന്നും ആവശ്യമില്ല. അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കും അവരുടെയൊക്കെ കാര്യത്തിൽ? അവരൊക്കെ പ്രീ ഡിഗ്രി കഴിഞ്ഞ എന്താ ഇവിടെ നിന്നുള്ളവർ ചെയ്യുന്നത്? പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഇന്ത്യ വിട്ട് വെളിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എത്രയോ കുടുംബങ്ങൾ കടക്കണിയിലാകുന്നു. കാരണം ഇന്ത്യ വിട്ട് പഠിക്കാൻ പുറത്തേക്ക് പോകുന്നവര് എങ്ങനെയാണ് പോകുന്നത് എന്നറിയാമോ? 16 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ബാങ്ക് വായ്പ എടുത്താണ് അവർ പോകുന്നത്. ഇനി ഈ ബാങ്ക് വായ്പ എടുക്കണം എന്ന് പറയുമ്പോൾ ബാങ്ക് വായ്പ കിട്ടണമെങ്കിൽ ഒന്നുകിൽ പ്രോപ്പർട്ടിയുടെ ഈട് കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും. ആ ഈട് കൊടുത്താലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ ഒന്ന് പോയി നോക്കുക, വെബ്സൈറ്റില് എന്താ പറയുന്നത്? 90,000 കോടി നോൺ പെർഫോമിംഗ് അസറ്റ്സ്, അതായത് കിട്ടാക്കടമായി മാറിയെന്ന്. ഈ എഡ്യൂക്കേഷൻ ലോൺസ് എടുത്തു പോകുന്നതിൽ 90,000 കോടി കിട്ടാക്കടമായി മാറി എന്നാണ് പറയുന്നത്. അപ്പൊ അത് മുഴുവനും കേരളത്തിൽ നിന്നുള്ളതല്ല, ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളവരുണ്ട്. പക്ഷെ കേരളത്തിൽ നിന്നുള്ളവരുമുണ്ട്. ആ ബാങ്ക് വായ്പ കേരളത്തിലെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി, വ്യവസായവൽക്കരണത്തിനോ കാർഷിക വികസനത്തിനോ ഒക്കെ വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ ആ തരത്തിൽ വികസനം ഉണ്ടാകും. പക്ഷെ അതിന് പോലും നിൽക്കാതെ ഈ കുട്ടികൾ അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവിടെ പോയി അവിടുന്ന് നോബൽ പ്രൈസ് വാങ്ങി വരാനാണോ? അല്ല, അവരവിടുത്തെ കെയർ ഇക്കോണമിയിൽ ജോലി ചെയ്യാനാണ് അധികം പേരും പോകുന്നത്. എന്താണ് ഈ കെയർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ? 60+ പോപ്പുലേഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. അതായത് പ്രായമായവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കെയർ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സുണ്ട്. ആ കോഴ്സും കഴിഞ്ഞ് ഇവിടുന്ന് MAയും ഒക്കെ കഴിഞ്ഞ് പോകുന്ന കുട്ടികളാണ്. MA MSc ഒക്കെ കഴിഞ്ഞ് പോയിട്ട് ഇത്തരം ജോലികളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മുടെ ക്യാമ്പസുകളെ ശക്തീകരിക്കണം, വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വരണം. അവിടെ തന്നെ സർഗശക്തി, ഈ നാട്ടിലെ ജനങ്ങളുടെ സർഗശക്തി, അതായത് വൈവിധ്യമുള്ള ക്രോപ്പിംഗ് പാറ്റേൺ ആണ് കേരളത്തിനുള്ളത്. നമ്മുടെ സ്പൈസസിനെ തന്നെ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന
വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കി മാറ്റിയാൽ തന്നെ നമുക്ക് ലോക വിപണി കീഴടക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജാക്ക് ഫ്രൂട്ട്, തേങ്ങ, ഇതൊക്കെ എന്ത് പ്രയോജനകരമായ ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ നമുക്കിവിടെ ഹെർബൽ മെഡിസിൻസ് നമ്മുടെ ആയുർവേദവുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അതിന്റെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ തൊഴിൽ ഒരുക്കുന്ന ഇടമായി മാറും. മന്ത്രി രാജീവ് അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എല്ലാ ക്യാമ്പസുകളിലും വരണമെന്ന് പറഞ്ഞു. പക്ഷേ ആരും അതൊന്നും കേട്ടതായിട്ട് നടിക്കുന്നില്ല. ഇങ്ങനെ ക്യാമ്പസുകളിൽ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വരണമെങ്കിൽ അനിവാര്യമായി വേണ്ട ഒന്നുണ്ട്. എന്താണത്? അധ്യാപകര് കൃത്യമായി വർക്ക് ടു റൂൾ അനുസരിച്ചല്ല ചെയ്യേണ്ടത്. അവരുടെ 2-3 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ കാര്യം നോക്കി വീട്ടിൽ പോവുക, അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിൽ പോയി ട്യൂഷൻ എടുത്ത് പണം ഉണ്ടാക്കുക. ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. ക്യാമ്പസിലെ കുട്ടികളെ ശക്തിപ്പെടുത്താൻ വേണ്ടി അവരുടെ ക്രയശേഷി, അവരുടെ ഇന്നോവേറ്റീവ് കപ്പാസിറ്റി അതൊക്കെ കണ്ടെടുത്ത് അതിനനുസരിച്ച് അവരെ വളർത്തി മിടുക്കരാക്കാൻ വേണ്ടി അവർക്ക് ട്രെയിനിങ്ങും ടെക്നോളജിയും പകർന്നു കൊടുക്കാൻ ആ അധ്യാപകരെ കൊണ്ട് പറ്റണം. അങ്ങനെ പറ്റിയാൽ മാത്രമേ നമ്മുടെ ക്യാമ്പസുകളെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തില് നമ്മളുടെ മക്കൾക്ക് ജീവിക്കാൻ വളക്കൂറുള്ള മണ്ണായി മാറ്റാൻ പറ്റൂ. അങ്ങനെ ഒരു അവസ്ഥ കൈവരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന ആശംസയോടെ മേ ഡേ ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, താങ്ക് യു.